नमस्ते बच्चों, सबको हिंदी क्लास में स्वागत है। आज हम एक नए ग्रामर पोर्शन अध्ययन करना जा रहे हैं। वो है विशेषण। क्या है विशेषण? എന്താണ് വിശേഷൻ? നിങ്ങൾ ഇതിനു മുൻപ് കേട്ടിട്ടുണ്ടാവും. വിശേഷണം എന്ന് നമ്മൾ മലയാളത്തിൽ പറയാറുണ്ട് ഇല്ലേ? മലയാളത്തിൽ പറയാറില്ലേ വിശേഷണം? വിശേഷിപ്പിക്കുക അല്ലെങ്കിൽ വിശേഷ അതിഥികൾ എന്ന് നമ്മൾ പറയാറുണ്ട്. എന്നുവെച്ചാൽ എന്താ, വിശേഷണം എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ സ്പെഷ്യാലിറ്റി എന്ന് നമ്മൾ പറയാം അല്ലേ? കുറച്ചുകൂടെ സ്പെഷ്യാലിറ്റി അല്ലെങ്കിൽ കുറച്ചുകൂടെ സവിശേഷത എന്ന് പറയാം. അതല്ലേ വിശേഷണം എന്ന് പറയുന്നത്. അപ്പോൾ യഹാ വിശേഷൻ എന്ന് വെച്ചാൽ മലയാളത്തിൽ അതേ അർത്ഥം തന്നെയാണ്, വിശേഷണം തന്നെയാണ്. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ അന്ധേർ നഗരി ഓർ ചൗപ്പട് രാജ എന്ന ചാപ്റ്ററിൽ നമ്മൾ സർവനാം എന്നൊരു ഗ്രാമർ പോർഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ പാട്ടിൽ അല്ലേ? ഓർമ്മയുണ്ടോ സർവനാം എന്താണെന്നുള്ളത്? संज्ञा शब्दों को विशेषण करने वाला शब्दों को और दोबारा प्रयुक्त करने वाले शब्दों को हम क्या कहते हैं? സർവനാം शब्द कहते हैं. നമ്മൾ പറഞ്ഞിരുന്നു, ശരിയല്ലേ? അപ്പോൾ ഇവിടെ വിശേഷൺ എന്താണെന്ന് നമുക്ക് നോക്കാം. നോക്കിക്കോളൂ. संज्ञ व सर्वनाम शब्दों की विशेषता अर्थात उनके गुण, रूप, आकार, संख्या व रंग आदि का बोध कराने वाले शब्द है विशेषण. എന്താണ് വിശേഷൺ എന്ന് പറയുന്നത്? സംജ്ഞ അല്ലെങ്കിൽ സർവനാം ശബ്ദങ്ങളെ വിശേഷിപ്പിക്കുന്ന, സംജ്ഞയോ അല്ലെങ്കിൽ സർവനാം ശബ്ദങ്ങളെയോ വിശേഷിപ്പിക്കുക എന്ന് വെച്ചാൽ, അർത്ഥാത് എന്ന് വെച്ചാൽ ഉൻകെ ഗുണ അതിൻ്റെ ഗുണം, ഉൻകെ രൂപ് അതിൻ്റെ രൂപം, ഉൻകെ ആകാർ അതിൻ്റെ ആകൃതി, ഉൻകെ സംഖ്യ അതിൻ്റെ സംഖ്യ നമ്പർ എണ്ണം, അല്ലെങ്കിലോ അതിൻ്റെ രംഗ് കളർ, ഇങ്ങനെയുള്ള ബോധം തരുന്ന ശബ്ദങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വിശേഷൺ ശബ്ദ് എന്ന് പറയുന്നത്. അതായത് സംജ്ഞാ ശബ്ദങ്ങളെയോ സർവനാം ശബ്ദങ്ങളെയോ വിശേഷിപ്പിക്കുന്ന എന്തൊക്കെയാണ് വിശേഷണങ്ങൾ പറഞ്ഞത്? ഗുണമുണ്ട്, ഗുണം, രൂപ്, ആകാർ, സംഖ്യ ഓർ രംഗ്, ഇങ്ങനെയുള്ള ശബ്ദങ്ങളാൽ വിശേഷിപ്പിക്കുന്ന ആ ശബ്ദങ്ങളെ അല്ലെങ്കിൽ ആ പദങ്ങളെ നമ്മൾ എന്ത് പറയുന്നത്? വിശേഷൺ എന്ന് പറയുന്നത്. അപ്പം എന്തിനെയാ വിശേഷിപ്പിക്കുന്നേ? ഒന്നുകിൽ സംജ്ഞാ ശബ്ദം, അതല്ലെങ്കിലോ സർവനാം ശബ്ദം അല്ലെ? സംജ്ഞയോ സർവനാമിനെയോ വിശേഷിപ്പിക്കുന്ന പദങ്ങളെയാണ് വിശേഷൺ എന്ന് പറയുന്നത്. ഏതൊക്കെ പദങ്ങളാണ് നമ്മൾ വിശേഷിപ്പിക്കാൻ ഉപയോഗിക്കുന്നത്? ഗുണ, രൂപ്, ആകാർ, സംഖ്യ അല്ലെങ്കിൽ രംഗ്, ഇത്രയും ശബ്ദങ്ങൾ, ഇത്രയും എന്താണ് ഗുണങ്ങളുണ്ട്. ഇത്രയും ഗുണങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ എന്തിനെ വിശേഷിപ്പിക്കാൻ പോകുന്നത്? സംജ്ഞയോ സർവനാമിനെയോ. സംജ്ഞ എന്താണെന്നറിയാലോ? നൗൺ അല്ലേ? സംജ്ഞ എന്താണ്? നൗൺ. और സർവനാം क्या है? प्रोनाउन. കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടിട്ടുള്ളവർക്ക് വളരെയധികം വ്യക്തമായിട്ട് മനസ്സിലാവും. അപ്പം നമുക്കിനി വിശേഷണിലേക്ക് കടക്കാം. അപ്പം ഇവിടെ ഞാൻ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, കണ്ടോ? കാല, ഘോട. കാല, ഘോട. കാല, കാല क्या है? കാല एक रंग है. ഇതൊരു നിറമാണ് അല്ലെ? ഒരു രംഗാണ്, നിറമാണ്. കാല എന്ന് വെച്ചാൽ കറുപ്പ്. ഘോട കുതിര, കറുത്ത കുതിരയാ. കണ്ടോ? അപ്പൊ ഈ കുതിരയെ നമ്മൾ എന്ത് ചെയ്യാണ്? കുതിരയെ നമ്മൾ വിശേഷിപ്പിക്കുകയാണ്. ഈ കുതിര എന്ന് പറയുന്നത് എന്താണ്? ഒരു സംജ്ഞയാണ്. ശരിയാണോ? ശരിയാണോ? കുതിര എന്താണ്? ഒരു സംജ്ഞാശബ്ദമാണ് അല്ലെ? ഒരു സംജ്ഞാശബ്ദമാണ് അല്ലെ? ഇതൊരു മൃഗത്തിന്റെ പേരാണ് അല്ലെ? ഒരു മൃഗമാണ്, ശരിയല്ലേ? അപ്പോൾ ഈ ഒരു സംജ്ഞാശബ്ദത്തെ വിശേഷിപ്പിക്കുന്ന ഈ പദം ഏത്? കാല എന്നുള്ള ഈ പദമാണ് എന്ത്? ഇവിടെ വിശേഷൺ അല്ലേ? ശരിയല്ലേ? ഈ കറുത്ത കുതിര, കുതിരയെ വിശേഷിപ്പിക്കുന്ന പദമാണ് കറുപ്പ് എന്നുള്ളത്. അപ്പോൾ ഈ കറുപ്പ് എന്ന് പറയുന്നത് ഇവിടെ വിശേഷണാണ്. അതുപോലെ നമുക്ക് അടുത്ത സെന്റൻസ് എടുക്കുകയാണെങ്കിൽ നോക്കൂ. കുച്ച് ലോഗ്. കുച്ച് ലോഗ് എന്ന് വെച്ചാൽ എന്താണ്? കുറച്ച് ആൾക്കാർ, കുറച്ച് ആളുകൾ. യഹാം ലോഗ് സംജ്ഞാ ശബ്ദ ഹെ. യഹാ ലോഗ് സംജ്ഞാ ശബ്ദ ഹെ, है ना? तो ഈ ഒരു ശബ്ദത്തെ നമ്മൾ വിശേഷിപ്പിക്കുന്നത് എങ്ങനെയാണ്? കുച്ച്, കുച്ച്, കുറച്ച്. അതൊരു സംഖ്യയാണ്. സംഖ്യ കൃത്യമായൊരു നമ്പർ പറയുന്നില്ല അല്ലേ? കൃത്യമായ നമ്പർ പറയുന്നില്ല. അല്ലെങ്കിൽ കൃത്യമായ നമ്പർ എന്ന് പറയുമ്പോൾ 1, 2, 3, 10, 1000, 100 എന്നുള്ളതാണ്. ഇത് കൃത്യമായ ഒരു നമ്പർ പറയുന്നില്ല. പക്ഷെ കുറച്ചുണ്ട്, കുറച്ച് ആളുകളുണ്ട് അല്ലേ? അപ്പൊ ആ കുറച്ച് എന്നുള്ള ശബ്ദമാണ് ഇവിടെ എന്ത്? വിശേഷൺ. ഓക്കെ. then उसके बाद സുന്ദർ ഫൂൽ. സുന്ദർ ഫൂൽ, സുന്ദരമായിട്ടുള്ള പൂവ്.
സുന്ദരമായിട്ടുള്ള പൂവ്. ആ പൂവ് എന്ന് പറയുന്ന സംജ്ഞാ ശബ്ദത്തെ വിശേഷിപ്പിക്കുകയാണ് ഇവിടെ സുന്ദർ, സുന്ദരം. അപ്പൊ അതിന്റെ രൂപത്തെയാണ് ഇവിടെ വിശേഷിപ്പിക്കുന്നത്. കണ്ടോ, രൂപം. അതിന്റെ രൂപം എങ്ങനെയാണ്? സുന്ദരമാണ്, സൗന്ദര്യമുള്ളതാണ്. അപ്പൊ ഇവിടെ ഈ സുന്ദർ എന്ന് പറയുന്നത് എന്താണ്? വിശേഷൺ ശബ്ദ്. ക്യാ ഹേ? വിശേഷൺ ശബ്ദ്. അപ്പൊ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കണം, वो लड़की कैसी है? वो लड़की कैसी है? वह लड़की कैसी है? ആ പെൺകുട്ടി എങ്ങനെയാണ്? वह लड़की कैसी है? वह लड़की कैसी है? ആ പെൺകുട്ടി എങ്ങനെയാണ്? അപ്പൊ നിങ്ങൾ പറയാണ് എന്ത്? वह अच्छी है, वह अच्छी है. അവൾ നല്ലവളാണ്. അപ്പോൾ വഹ് അച്ചി ഹേ, വഹ് അച്ചി. വഹ് എന്ന് പറയുന്നത് എന്താണ്? സംജ്ഞയാണോ സർവനാമാണോ? എന്താണ്? സർവനാം ശബ്ദ്. ഹേനാ, വഹ് എന്താണ്? സർവനാം ശബ്ദ്. ശരിയല്ലേ? ആ പെൺകുട്ടിയെ വിശേഷിപ്പിക്കുന്ന, ആ പെൺകുട്ടിയെ പറയാൻ നമ്മൾ രണ്ടാമത് ഉപയോഗിക്കുന്ന പദമാണ് വഹ് എന്നുള്ളത്. അതുകൊണ്ടാണ് വഹ് അവിടെ സർവനാമായത്. ഈ സർവനാമിനെയാണ് നമ്മളിവിടെ വിശേഷിപ്പിക്കുന്നത്. വഹ് അച്ചി ഹേ, വിശേഷിപ്പിക്കുകയാണ്. അച്ചി, അവളുടെ എന്താണ് സ്വഭാവം, അവളുടെ ഗുണമാണ് ഇവിടെ പറയുന്നത്. അച്ചി ഹേ, നല്ലവളാണ് അല്ലേ? അപ്പൊ അച്ചി എന്നുള്ള പദം എന്താണ് ഇവിടെ? വിശേഷനാണ്. ഇത് നമുക്ക് പറയാം. വഹ് ഗോരാ ഹേ, വഹ് ലടുക്ക, വഹ് ലടുക്ക കേസേ ഹേ, വഹ് ലടുക്ക കേസാ ഹേ. ആ ആൺകുട്ടി എങ്ങനെയാണ്? അപ്പൊ ഞാൻ പറയാണ് വഹ് ഗോരാ ഹേ, അവൻ വെളുത്തവനാണ്. വഹ് ഗോരാ ഹേ. അല്ലെങ്കിൽ നമുക്ക് പറയാം വഹ് ചതുർ ഹേ, അവൻ ബുദ്ധിമാനാണ്, സമർത്ഥനാണ്. ചതുർ ഹേ. അപ്പൊ അവിടെ വഹ് എന്നുള്ളത് എന്താണ്? ഒരു സർവനാമാണ്. ആ സർവനാമിനെയാണ് നമ്മൾ എന്ത്? ചതുർ എന്ന വാക്കുകൊണ്ട് വിശേഷിപ്പിക്കുന്നത്. അവന്റെ ഗുണമാണ് ചതുർ, സമർത്ഥൻ എന്നുള്ളത് അല്ലേ? അപ്പൊ അവിടെ എന്താണ്? സർവനാം ശബ്ദത്തെ വിശേഷിപ്പിക്കുന്ന ശബ്ദത്തെ നമ്മൾ എന്തു പറയുന്നു? വിശേഷണം എന്ന് പറയുന്നു. അപ്പൊ ഇവിടെ സംജ്ഞാ ശബ്ദത്തെയോ സർവനാം ശബ്ദത്തെയോ വിശേഷിപ്പിക്കുന്ന പദങ്ങളെ നമ്മൾ എന്താ പറയാ? വിശേഷണം എന്ന് പറയുന്നു. ഏതൊക്കെ പദങ്ങൾ വെച്ചാണ് നമ്മൾ വിശേഷിപ്പിക്കുക? ഇവിടെ പറഞ്ഞല്ലോ എന്തൊക്കെയാണ്? അതിന്റെ ഗുണം, അതിന്റെ രൂപം, അതിന്റെ ആകൃതി, അതിന്റെ സംഖ്യ, അതിന്റെ നിറം, ഇങ്ങനെയുള്ള പദങ്ങൾ, ഇങ്ങനെയുള്ള വിശേഷണങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ സംജ്ഞാ ശബ്ദത്തെയും സർവനാം ശബ്ദത്തെയും വിശേഷിപ്പിക്കുന്നത്. മനസ്സിലായല്ലോ? വളരെ ക്ലിയർ അല്ലേ? നമുക്ക് ടെക്സ്റ്റ് ബുക്കിലുള്ള എക്സസൈസ് നോക്കാം. നോക്കിക്കോളൂ. പാഠ് സേ രചന. ഇവിടെ നിങ്ങളുടെ പേജ് നമ്പർ 44 ആണ്. അതിൽ ദിയേ ഗേ ശബ്ദോ കോ പഠിയേ, താഴെ തന്നിട്ടുള്ള ശബ്ദങ്ങൾ വായിച്ച് പഠിച്ചാലും എന്നാണ് പറയുന്നത്. കണ്ടോ, കാല, ഘോട, കുച്ച് ലോഗ് ഞാനിവിടെ പറഞ്ഞു കഴിഞ്ഞു. വിശേഷൺ ശബ്ദ പഹചാനെ കേ ലിയേ സംജ്ഞാ ശബ്ദോ കെ ബാരെ മേ ഹം കേസാ യാ കിतना പ്രശ്ന കർത്തേ ഹേ. ജൈസേ, അപ്പോൾ ഇവിടെ നമുക്കൊരു പദത്തെ വിശേഷിപ്പിക്കണം. നമുക്ക് വെറുതെ ഇപ്പം നമ്മൾ നല്ല പെൺകുട്ടി, നല്ല വെളുത്ത പെൺകുട്ടി, അല്ലെങ്കിൽ ബുദ്ധിമതിയായ പെൺകുട്ടി എന്ന് നമ്മൾ പറയുന്നു. പക്ഷെ അതിന് നമ്മളൊരു ക്വസ്റ്റ്യൻ അങ്ങോട്ട് ഇടുകയാണെങ്കിലാണ് ആ ആൻസർ നമുക്ക് ഇങ്ങോട്ട് കിട്ടുക. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? ക്വസ്റ്റ്യൻ ചോദിക്കാം അല്ലേ? ഇവിടെ പറയുന്നത് നോക്കൂ. വിശേഷൺ ശബ്ദ പഹചാനെ കേലിയെ, വിശേഷൺ ശബ്ദ തിരിച്ചറിയാനായിട്ട് നമുക്ക് സംജ്ഞാ ശബ്ദോ കെ ബാരേമേ, സംജ്ഞാ ശബ്ദത്തെയോ സർവനാം ശബ്ദത്തെയോ കുറിച്ച് കേസ യാ കിത്തന എന്നുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കേണ്ടി വരും. അപ്പം ആ പെൺകുട്ടി എങ്ങനെയാണ് അല്ലേ എന്ന് ഞാൻ ചോദിക്കുമ്പോഴാണ് ആ പെൺകുട്ടി നല്ലവളാണ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് വേണം എന്താണ് വിശേഷൺ ശബ്ദത്തെ തിരിച്ചറിയാൻ. അല്ലാതെ നമുക്ക് എന്ത് ചെയ്യാം? വിശേഷൺ ശബ്ദത്തെ തിരിച്ചറിയാം. നമ്മൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുകയാണ്, അപ്പോൾ അവിടെ ഒരു ക്വസ്റ്റ്യൻ ഇല്ലാതെ തന്നെ നമുക്ക് പറയാം. അല്ലെങ്കിൽ മഞ്ഞ നിറത്തിലുള്ള പഴം, മഞ്ഞ നിറത്തിലുള്ള പീല ബനാന, പീല കേല, ഓക്കെ, കേല പഴം അല്ലേ? അപ്പോൾ അവിടെ ആ ഒരു ക്വസ്റ്റ്യൻ ഇല്ല, ഒരു സ്റ്റേറ്റ്മെന്റ്, ഒരു സെന്റൻസ് ഞാൻ പറയുകയാണ്. അവിടെ എന്തുണ്ട്? സംജ്ഞയുമുണ്ട്. കേല എന്ന് പറയുന്നത് സംജ്ഞയാണ് അല്ലേ? അതുപോലെ പീല എന്ന് പറയുന്നത് രംഗാണ്, ഒരു നിറമാണ്, അതൊരു വിശേഷണമാണ്. ശരിയല്ലേ? ഒരു വിശേഷണമാണ്. ഇവിടെ നമ്മൾ പറയുന്നുണ്ട് രംഗ് വിശേഷണമാണ്. അപ്പോൾ നമുക്ക് അങ്ങനെയും പറയാം. അപ്പോൾ എന്താണ് വിശേഷം നോക്കിക്കോളൂ. സംജ്ഞ व सर्वनाम शब्दों की विशेषता अर्थात उनके गुण, रूप, आकार, संख्या व रंग आदि का बोध कराने वाले शब्द विशेषण कहलाते हैं. നമ്മൾ ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു. ശരിയാണല്ലോ? इस वाक्य में काला विशेषण शब्द है जो घोड़ा शब्द की विशेषता बताते हैं. मैं पहले ही यहाँ बता दिया. तो उसके बाद देखो, विशेषण शब्द जिन संज्ञा व सर्वनाम शब्दों की विशेषता बताते हैं उन्हें विशेष कहते हैं. देखो यहाँ ये सेंटेंस है ना, काला घोड़ा, കറുത്ത കുതിര. ഇപ്പം നമ്മളിവിടെ പറഞ്ഞു എന്താണ്? കാല എന്നുള്ള പദം എന്താണ്?
വിശേഷനാണ് എന്ന് പറഞ്ഞു. ശരിയല്ലേ? വിശേഷനാണ് ആണല്ലോ വിശേഷൻ. അപ്പം കാല ഘോട, ഘോട എന്നുള്ള പദം നമ്മൾ എന്താ പറഞ്ഞത്? ഇതൊരു സംഖ്യയാണെന്ന് പറഞ്ഞു. ശരിയല്ലേ? സംഖ്യയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ സംഖ്യയെ നമ്മൾ ഇവിടെ, അതായത് ഏതൊരു സംഖ്യ അല്ലെങ്കിൽ സർവനാമിനെയാണോ ഒരു പദം കൊണ്ട് വിശേഷിപ്പിക്കുന്നത്, അപ്പോൾ ആ വിശേഷിപ്പിക്കപ്പെടുന്ന ആ ഒരു എന്താണ് സംഖ്യ അല്ലെങ്കിൽ സർവനാമുണ്ടല്ലോ, ഈ പദത്തെ നമ്മൾ എന്തു പറയും? വിശേഷ് എന്ന് പറയും. എന്താ പറയുക? വിശേഷ്. विशेष। यहाँ देखो, यहाँ कुछ लोग, यहाँ कुछ क्या है? विशेषण शब्द है और लोग क्या है? विशेष शब्द है. ओके, देन उसके बाद सुंदर फूल, सुंदरमाയിട്ടുള്ള പൂവ്. यहाँ सुंदर एक विशेषण शब्द है और फूल क्या है? विशेष शब्द है. अल्ले അപ്പോൾ നോക്കിക്കോളൂ, विशेषण शब्द जिन संज्ञा व सर्वनाम शब्दों की विशेषता बताते हैं. ഈ വിശേഷൺ ശബ്ദങ്ങൾ, അതായത് കാല, കുച്ച്, സുന്ദർ എന്ന് പറയുന്ന ഈ വിശേഷൺ ശബ്ദങ്ങൾ ഏത് സംജ്ഞയാണോ അല്ലെങ്കിൽ ഏത് സർവനാമത്തിനെയാണോ വിശേഷിപ്പിക്കുന്നത്, ആ സംജ്ഞയെ അല്ലെങ്കിൽ ആ സർവനാമിനെ വിശേഷ് എന്ന് പറയും. देखो यहाँ एक और बार, विशेषण शब्द जिन संज्ञा व सर्वनाम शब्दों की विशेषता बताते हैं. ഏത് സംജ്ഞാശബ്ദത്തെയോ ഏത് സർവനാം ശബ്ദത്തെയാണോ വിശേഷിപ്പിക്കുന്നത്, ആ സംജ്ഞാശബ്ദത്തെ അല്ലെങ്കിൽ ആ സർവനാം ശബ്ദത്തെ വിശേഷ്യ എന്ന് പറയും. അപ്പോൾ വിശേഷൺ എന്താണെന്നും വിശേഷി എന്താണെന്നും മനസ്സിലായോ? മനസ്സിലായി. അപ്പോൾ നമുക്ക് ഇനി ടെക്സ്റ്റ് ബുക്കിൽ എക്സസൈസ് നോക്കാം. दिए गए विशेषों के लिए दो दो विशेषण लिखिए. പേജ് നമ്പർ 45 ആണ് കൊടുത്തിട്ടുള്ളത്. അവിടെ ദിയേ ഗയേ വിശേഷോ കെ ലിയേ ദോ ദോ വിശേഷൺ ലിഖിയേ. ഇവിടെ കുറച്ച് വേർഡ്സ് കൊടുത്തിട്ടുണ്ട്. അത് എന്താണ്? വിശേഷൺ അല്ല, വിശേഷൺ ശബ്ദമാണ്. ഈ വിശേഷൺ ശബ്ദത്തിന് നമുക്ക് എന്ത് കൊടുക്കാം? ദിയേ ഗയേ വിശേഷോ കെ ലിയേ. ഇവിടെ കുറച്ച് വിശേഷ്യ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ആ വിശേഷം എന്ന് പറയുമ്പോൾ എന്താണ്? സംജ്ഞ അല്ലെങ്കിൽ സർവനാം ശബ്ദമാണ്, നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഈ വിശേഷ ശബ്ദങ്ങൾക്ക് നമുക്ക് എന്ത് ചെയ്യാം? രണ്ട് വിശേഷൺ കൊടുക്കാനാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നോക്കൂ, പെഹ്ലാ ശബ്ദ ഹെ പുസ്തക്. ആദ്യത്തെ ശബ്ദം എന്താണ്? പുസ്തക. അതൊരു സംജ്ഞാശബ്ദമാണ്. ശരിയല്ലേ? സംജ്ഞയല്ലേ പുസ്തക്? അപ്പോൾ ഈ സംജ്ഞാശബ്ദത്തിന്, ഈ വിശേഷിക്ക് നമുക്ക് എന്ത് വിശേഷണം കൊടുക്കാൻ പറ്റും? പുസ്തകത്തെക്കുറിച്ച് നമുക്ക് എന്ത് വേണമെങ്കിലും വിശേഷിപ്പിച്ചൂടെ? വളരെ മനോഹരമായ പുസ്തകം, അല്ലെങ്കിൽ വളരെ മോട്ടി എന്ന് വെച്ചാൽ എന്താ, കനം കൂടിയ വലിയ പുസ്തകം, അല്ലെങ്കിൽ നമുക്ക് ചോട്ടി ചെറിയ പുസ്തകം, അല്ലേ? സുന്ദരമായ പുസ്തകം, അങ്ങനെ നമുക്ക് കൊടുത്തുകൂടെ? ഓക്കെ, ഒരു സഫീദ് വെളുത്ത പുസ്തകം, അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് രണ്ട് വിശേഷണങ്ങൾ കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ പറയുന്നത് മോട്ടി ഓർ ചോട്ടി, വലുത് ചെറുത്. ഓക്കെ, രണ്ട് വിശേഷണമായി. അതുപോലെ അടുത്ത വിശേഷം എന്താണ്? മന്ത്രി എന്താണ്? ഒരു സംജ്ഞാശബ്ദമാണ്. ശരിയല്ലേ? മന്ത്രി ഒരു സംജ്ഞാശബ്ദമാണ് മന്ത്രി. അപ്പോൾ മന്ത്രിക്ക് നമുക്ക് വേണമെങ്കിൽ ചതുർ കൊടുക്കാം, ചതുർ സമർത്ഥനായിട്ടുള്ളത്. മൂർഖ് കൊടുക്കാം, മൂർഖ് മണ്ടനായിട്ടുള്ളത്. ഓർ ഗോര വെളുത്തത്, അങ്ങനെ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രണ്ട്. സമച്ഛിതാർ, സാമർഥ്യമുള്ളവൻ അല്ലെങ്കിൽ മനസ്സിലാക്കുന്നവൻ, അങ്ങനെ കൊടുക്കാം. അപ്പോൾ അത് അങ്ങനെ കൊടുക്കാം. ദെൻ ഉസ്കെ ബാദ് മഹൽ എന്താണ്? കൊട്ടാരം. അപ്പോൾ മഹലിനെ കുറിച്ച് നമുക്ക് രണ്ട് വിശേഷൻ പറയുകയാണെങ്കിൽ എന്ത് പറയാം? സുന്ദർ മഹൽ, സുന്ദരമായിട്ടുള്ള മഹൽ, അല്ലേ? ബഡാ മഹൽ, വലിയ മഹൽ, അല്ലെ ഛോട്ടാ മഹൽ, ചെറിയ മഹൽ. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള, ഒന്നുകിൽ നിങ്ങൾക്ക് ഈ രണ്ട് തന്നെ കൊടുക്കാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മറ്റ് വിശേഷണ ശബ്ദം നിങ്ങൾക്ക് കൊടുക്കാം, വിശേഷിപ്പിക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഫ്രൂട്ട്സിനെ കുറിച്ച് നമ്മൾ വിശേഷിപ്പിക്കാം. എന്ത് പറയാം? നമുക്ക് എന്തെങ്കിലും നിറം വെച്ചിട്ട് നമുക്ക് പറയാം. ലാൽ ഫൽ, പീലാഫൽ, കാലാഫൽ, ദെൻ നീലാഫൽ, എന്ത് വേണമെങ്കിലും നിറം വെച്ചിട്ട് നമുക്ക് കൊടുക്കാം. അതുപോലെ നമ്പേഴ്സ് കൊടുക്കാം. ദോ ഫൽ, തീൻ ഫൽ, കുച്ച് ഫൽ, ധോടാ ഫൽ, ഹേന അധിക് ഫൽ. അപ്പോൾ നമ്പേഴ്സ് വെച്ചിട്ട് നമുക്ക് അങ്ങനെ കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ഗുണം കൊടുക്കാം. വിശേഷ് ഫൽ, വിശേഷപ്പെട്ട പഴം, അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ എന്ത് കൊടുക്കാം? വിശേഷണ ശബ്ദം കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വളരെയധികം സിമ്പിൾ ആയിട്ടുള്ളൊരു ഗ്രാമർ പോർഷനാണ്. മനസ്സിലായല്ലോ? ദെൻ നെക്സ്റ്റ് നമുക്ക് നോക്കാം. ദിയേ ഗയേ വാക്യോ മേം സേ വിശേഷൺ ഔർ വിശേഷി ഛാൺകർ ലിഖിയേ. താഴെ കൊടുത്തിരിക്കുന്ന സെൻറ്റൻസിൽ വിശേഷൺ ശബ്ദം വിശേഷ ശബ്ദം എടുത്തെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. കണ്ടോ, സെൻറ്റൻസ് ഞാൻ വായിക്കാം. സമജ്ദാർ രാജാ കാ സഭി ആദർ കർത്തേ ഹേ. സമജ്ദാർ ബുദ്ധിമാനായിട്ടുള്ള രാജാവിനെ എല്ലാവരും ആദരിക്കുന്നു. അപ്പോൾ ഇവിടെ ബുദ്ധിമാനായിട്ടുള്ള രാജാവ്, സമജ്ദാർ രാജ.
അപ്പോൾ രാജ ഒരു സംജ്ഞാശബ്ദമാണ്. സംജ്ഞാശബ്ദം എന്താണ്? വിശേഷ്യാണ്. രാജാവിനെ വിശേഷിപ്പിക്കുന്ന പദമായ സമുച്ചിതാറാണ് ഇവിടെ എന്ത്? വിശേഷൺ. ഓക്കെ, അപ്പൊ എന്താണ് ഇവിടെ? വിശേഷൺ സമുച്ചിതാർ വിശേഷ്യ രാജ. വിശേഷൺ സമുച്ചിതാർ വിശേഷ്യ രാജ. ഓക്കെ, ഞാനിവിടെ എഴുതിയിടാം നിങ്ങൾക്കായിട്ട്. വിശേഷൺ വിശേഷ്. ഇപ്പോൾ ടെക്സ്റ്റ് ബുക്കിനകത്ത് ഉള്ള എക്സസൈസ് ആണ്. ടെക്സ്റ്റ് ബുക്ക് ആദ്യം എടുക്കുക. അപ്പോൾ നമുക്ക് ആദ്യം നോക്കാം. ആദ്യത്തെ സെന്റൻസ് എന്താ പറഞ്ഞത്? समझदार राजा का सभी आदर करते हैं. तो हम समझदार राजा, तो विशेषण क्या है? समझदार. और यहाँ വിശേഷ ഹേ രാജ. രാജാവിനെയാണ് എന്ത്? വിശേഷിപ്പിക്കുന്നത് അല്ലേ? അപ്പോൾ രാജാവ് അവിടെ എന്താണ്? വിശേഷ്യാണ്. നെക്സ്റ്റ് പേജ്, സെക്കൻഡ് ക്വസ്റ്റ്യൻ. തെനാലിറാം ഘോഡെ കെ ലിയെ ഥോഡാ സാ ചാരാ ലായ. തെനാലിരാമൻ കുതിരയ്ക്ക് വേണ്ടി കുറച്ച് തീറ്റ കൊണ്ടുവന്നു. ദേഖോ, ഥോഡാ സാ ചാര. ചാര എന്ന് പറയുന്നത് എന്താണ്? സംജ്ഞാശബ്ദമാണ്. അതുകൊണ്ട് തന്നെ അതെന്താണ്? വിശേഷയാണ്. ചാര. തോ കുറച്ച് അല്ലെ? ഇതിനെ വിശേഷിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ്? കുറച്ച് കുറച്ച്. അപ്പോൾ ഥോഡാസ. ഹാം ക്യാ ലിഖനാ ഹേ? ഥോഡാസ. കുറച്ച് എന്നുള്ളത് ഇവിടെ എഴുതണം. കണ്ടോ? ഥോഡാസ ചാര. then उसके बाद महाराज ने बाजार से एक दर्जन केले मंगवाए. മഹാരാജാവ് ചന്തയിൽ നിന്ന്, മാർക്കറ്റിൽ നിന്ന് ഒരു ഡസൻ പഴം കൊണ്ടുവന്നു. കേലെ ക്യാ ഹേ? പഴം. ഒരു ഡസൻ പഴം കൊണ്ടുവന്നു. അപ്പോൾ ഇവിടെ കേലെ എന്നുള്ളതാണ് എന്ത്? विशेष. केले संज्ञा शब्द है केले. तो यहाँ विशेष क्या है? केले. तो यहाँ क्या है? एक दर्जन. एक दर्जन ഒരു ഡസൻ എന്നുള്ളതാണ് ഇവിടെ. ഇവിടെ എന്താണ്? നമ്പറാണ് പറയുന്നത് അല്ലേ? സംഖ്യയാണ് പറയുന്നത്. एक दर्जन. then उसके बाद चार घोड़े खुटसाल में है. चार घोड़े. तो यहाँ विशेष क्या है? घोड़े. കുതിര. ശരിയല്ലയോ? സംജ്ഞാശബ്ദല്ലേ ഘോഡ എന്ന് പറയുന്നത്? അതിനെ എന്താണ് വിശേഷിപ്പിക്കുന്നത്? ചാർ എന്ന് പറയുന്ന സംഖ്യ കൊണ്ടാണ് വിശേഷിപ്പിക്കുന്നത്. ചാർ ഘോഡെ. ओके, देन उसके बाद നഗരവാസിയോ ने घोड़ों को कुछ अनाज भी खिलाया. നഗരവാസികൾ ആ കുതിരയ്ക്ക് കുറച്ച് ധാന്യം കൂടി കൊടുത്തു. അപ്പോൾ കുച്ച് അനാജ്. क्या है? कुछ अनाज. तो यहाँ अनाज है विशेष. अनाज. और यहाँ क्या है? कुछ. കുറച്ച്. അനാജിനെ നമ്മൾ എന്തുകൊണ്ടാണ് വിശേഷിപ്പിക്കുന്നത്? കുറച്ച് എന്ന പദം കൊണ്ടാണ് വിശേഷിപ്പിക്കുന്നത്. നെക്സ്റ്റ് ലാസ്റ്റ് വൺ. അസം മേ ലംബാ പുൽ ബനായാ ഗയാ ഹേ. അസമിൽ വലിയ നീളത്തിലുള്ള ഒരു പാലം പണിതിട്ടുണ്ട്. ലംബാ പുൽ, നീളമുള്ള പാലം. പാലമാണ് ഇവിടെ എന്ത്? വിശേഷ. पुल क्या है? पुल, ब्रिज, पालम. तो यहाँ इसका विशेषण शब्द क्या है? लंबा. ലംബ എന്നതാ ഇങ്ങനെയും എഴുതാം. ലായുടെ മുകളിൽ ഒരു ചന്ദ്രബിന്ദു കൊടുത്തുകൊണ്ട് നമുക്ക് ലംബ ഇങ്ങനെ എഴുതാം. ഓക്കെ, तो लंबा यहाँ विशेषण शब्द है और विशेष पुल है. അപ്പോൾ ഇത് ഇത്രയും മനസ്സിലായില്ലേ? വളരെ അധികം എളുപ്പമുള്ള ഒരു പോർഷനാണ്. നന്നായിട്ട് പഠിക്കുക. तो बाकी हम अगले क्लास में पढ़ेंगे. धन्यवाद.